ഫെബ്രുവരി 22 വിശുദ്ധ പത്രോസ്ലീഹായുടെ കസേര തിരുനാൾ. റോമിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ആബ്സിൻ്റെ പിൻഭാഗത്തെ ഭിത്തിയിലുള്ള വലിയ അലബാസ്റ്റർ ജനാല സന്ദർശകരെ ആകർഷിക്കുന്നു. അതിൽ പരിശുദ്ധാത്മാവ് ഒരു പ്രാവിൻ്റെ രൂപത്തിൽ ചിത്രീകരിക്കപ്പെടുന്നു. ജാലകത്തിന് താഴെ വിശുദ്ധ പത്രോസ് ഉപയോഗിച്ചിരുന്നതായി വിശ്വസിക്കപ്പെടുന്ന ഒരു പുരാതന മരക്കസേരയുണ്ട്. 17-ാം നൂറ്റാണ്ടിൽ ആ പുരാതന കസേര പ്രശസ്ത കലാകാരനായ ബെർണിനി വെങ്കലത്തിൽ പൊതിഞ്ഞ് ആബ്സിലെ ബലിപീഠത്തിന് മുകളിൽ സ്ഥാപിച്ചു. കസേരയ്ക്ക് ചുറ്റും സഭയിലെ 4 ആദ്യകാല ഡോക്ടർമാരുടെ പ്രതിമകളുണ്ട്. അവയിൽ 2 കിഴക്കൻ സഭയെ പ്രതിനിധീകരിക്കുന്നു: വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം, വിശുദ്ധ അത്തനേഷ്യസ്. അവയിൽ 2 പാശ്ചാത്യ സഭയെ പ്രതിനിധീകരിക്കുന്നു: വിശുദ്ധ അംബ്രോസ്, വിശുദ്ധ അഗസ്റ്റിൻ. ഈ മഹാന്മാരായ വിശുദ്ധന്മാർ കിഴക്കും പടിഞ്ഞാറുമുള്ള സഭയുടെ സാർവത്രികതയും റോമിലെ ബിഷപ്പിൻ്റെ അധികാരവുമായുള്ള അവരുടെ ദൈവശാസ്ത്ര പഠിപ്പിക്കലിൻ്റെ ഐക്യത്തെയും പ്രതിനിധീകരിക്കുന്നു. കസേരയ്ക്ക് മുകളിൽ റോമിലെ ബിഷപ്പ് ഉപയോഗിക്കുന്ന ട്രിപ്പിൾ കിരീടം കൈവശം വച്ചിരിക്കുന്ന 2 മാലാഖമാരുണ്ട്. ഇത് അദ്ദേഹം രാജാക്കന്മാരുടെ പിതാവും ലോകത്തിൻ്റെ ഗവർണറും ക്രിസ്തുവിൻ്റെ വികാരിയുമാണെന്ന് പ്രതീകപ്പെടുത്തുന്നു. അവരുടെ മറുവശത്ത് ഓരോ മാലാഖയും ഒരു താക്കോൽ പിടിച്ചിരിക്കുന്നു. ഇത് വിശ്വാസത്തിൻ്റെയും ധാർമ്മികതയുടെയും കാര്യങ്ങളിൽ റോമിലെ ബിഷപ്പിൻ്റെ അധികാരത്തെ പ്രതീകപ്പെടുത്തുന്നു. ഇന്നത്തെ തിരുനാൾ ആ കസേരയെ വിശുദ്ധ പത്രോസിൻ്റെ കാലത്തെ ഒരു വിലയേറിയ അവശിഷ്ടമായി ആഘോഷിക്കുക മാത്രമല്ല, ഈ കസേര പ്രതിനിധീകരിക്കുന്ന എല്ലാറ്റിനെയും ആഘോഷിക്കുകയും ചെയ്യുന്നു. 4-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തന്നെ റോമിൽ ഈ തിരുനാൾ ഔപചാരികമായി ആഘോഷിച്ചിരുന്നു. എന്നാൽ യേശു പത്രോസിനെ തൻ്റെ അതുല്യമായ ദൗത്യം ഏൽപ്പിച്ച നിമിഷം മുതൽ വിശുദ്ധ പത്രോസിൻ്റെയും അദ്ദേഹത്തിൻ്റെ പിൻഗാമികളുടെയും മേധാവിത്വത്തിനായുള്ള ബഹുമാനം ആഘോഷിക്കപ്പെട്ടു. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 13 മുതൽ 20 വാക്യങ്ങളിൽ യേശുവും ശിഷ്യന്മാരും തമ്മിലുള്ള സംഭാഷണം നമുക്കറിയാം. ഇന്നത്തെ പെരുന്നാളിൻ്റെയും വിശുദ്ധ പത്രോസിൻ്റെയും പിൻഗാമികളുടെയും അതുല്യവും സാർവത്രികവുമായ അധികാരത്തിലുള്ള നമ്മുടെ വിശ്വാസത്തിൻ്റെയും അടിസ്ഥാനമാണിത്. യേശു ശിഷ്യന്മാരോട് ചോദിച്ചു, ഞാൻ ആരാണെന്ന് നിങ്ങൾ പറയുന്നു? ശിമയോൻ മറുപടി പറഞ്ഞു, നീ മിശിഹായാണ്, ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രൻ. ആ വിശ്വാസ പ്രഖ്യാപനത്തോടെ യേശു സൈമണിൻ്റെ പേര് പത്രോസ് എന്ന് മാറ്റി. അവനോട് പറഞ്ഞു, നീ പത്രോസാണ്, ഈ പാറയിൽ ഞാൻ എൻ്റെ സഭ പണിയും. ഗ്രീക്കിൽ പത്രോസ് എന്നത് പെട്രോസ് ആണ്. ഗ്രീക്ക് പദമായ പെട്ര എന്നതിൻ്റെ അർത്ഥം സ്ഥിരവും ചലിക്കാത്തതും നിലനിൽക്കുന്നതുമായ ഒരു ഉറച്ച പാറ രൂപീകരണമാണ്. അതിനാൽ യേശു പത്രോസിനെ ഒരു ഉറച്ചതും സ്ഥിരവും അചഞ്ചലവുമായ പാറ അടിത്തറയാക്കാൻ തീരുമാനിച്ചു. അതിൽ സഭ കാലാവസാനം വരെ പണിയപ്പെടുകയും നിലനിൽക്കുകയും ചെയ്യും. സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ താൻ പത്രോസിന് നൽകുമെന്നും ഭൂമിയിൽ അവൻ ബന്ധിക്കുകയും അഴിക്കുകയും ചെയ്യുന്നതെല്ലാം സ്വർഗത്തിൽ ബന്ധിക്കപ്പെടുകയും അഴിക്കപ്പെടുകയും ചെയ്യും എന്ന് യേശു പത്രോസിനോട് പറഞ്ഞു. യേശുവും പത്രോസും തമ്മിലുള്ള ഈ പ്രഭാഷണത്തിന് തൊട്ടു പിന്നാലെ യേശു തൻ്റെ വരാനിരിക്കുന്ന മരണത്തെക്കുറിച്ച് സംസാരിച്ചതിന് ശേഷം ഭയന്നുപോയതിന് യേശു പത്രോസിനെ ശാസിക്കുന്നത് ശ്രദ്ധേയമാണ്. യേശുവിൻ്റെ രക്ഷാകരമായ പീഡാനുഭവത്തിൻ്റെ തലേന്ന് ഗെത്സെമനയിലെ പൂന്തോട്ടത്തിലായിരിക്കുമ്പോൾ പത്രോസ് ഉണർന്നിരുന്ന് യേശുവിനോടൊപ്പം പ്രാർത്ഥിക്കുന്നതിനു പകരം ഉറങ്ങാൻ തീരുമാനിച്ചു. തുടർന്ന് യേശു അറസ്റ്റിലായതിനു ശേഷം പത്രോസ് യേശുവിനെ പോലും അറിയില്ലെന്ന് 3 തവണ നിഷേധിക്കുന്നു. സഭയുടെ അടിസ്ഥാന ശിലയാകാൻ ദൈവം ബലഹീനതയും ഭയവുമുള്ള ഒരു മനുഷ്യനെ തിരഞ്ഞെടുത്തു. ദൈവം തൻ്റെ ശക്തി ഏൽപ്പിക്കുന്ന ഉപകരണങ്ങളാൽ ദൈവത്തിൻ്റെ ശക്തി പരിമിതപ്പെടുത്തുന്നില്ലെന്ന് ഇത് കാണിക്കുന്നു. യേശുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം പെന്തക്കോസ്തിൽ പത്രോസും മറ്റുള്ളവരും പരിശുദ്ധാത്മാവിനാൽ നിറയുന്നു. ഈ സമ്മാനത്തിന് ശേഷം പത്രോസ് തൻ്റെ ദൗത്യത്തിനായി കൂടുതൽ തയ്യാറെടുക്കുന്നു. ജെറുസലേമിലെ ജനങ്ങളോട് ദൈവവചനം പ്രസംഗിക്കാൻ ധൈര്യത്തോടെ പുറപ്പെട്ട ആദ്യത്തെ വ്യക്തിയാണ് അദ്ദേഹം അവ പരിഹരിച്ചു. പുതുതായി സുവിശേഷവൽക്കരിക്കപ്പെട്ട അന്ത്യോക്യ നഗരത്തിലെ ആദ്യത്തെ ബിഷപ്പായി അദ്ദേഹം മാറി. തുടർന്ന് റോമിലേക്ക് പോകാൻ തീരുമാനിച്ചു. അവിടെ അദ്ദേഹം രക്തസാക്ഷിയായി മരിക്കും. എന്നിരുന്നാലും വിശുദ്ധ പത്രോസിൻ്റെ മരണം അദ്ദേഹത്തിൻ്റെ അധികാരത്തിൻ്റെയും ഏകദൗത്യത്തിൻ്റെയും മരണമായിരുന്നില്ല. റോമിലെ 2ാമത്തെ ബിഷപ്പായി വിശുദ്ധ ലിനസ് അദ്ദേഹത്തെ പിന്തുടർന്നു. തുടർന്ന് വിശുദ്ധ ക്ലീറ്റസ്, വിശുദ്ധ ക്ലെമന്റ്, അങ്ങനെ ഇന്നുവരെ. പോപ്പിൻ്റെ അധികാരത്തെക്കുറിച്ച് വത്തിക്കാൻ കൗൺസിലുകൾ 1ഉം 2ഉം സ്ഥിരീകരിച്ചത് കസേരയിൽ നിന്ന് എന്നർത്ഥം വരുന്ന വാക്കിൽ നിന്നാണ്. സംസാരിക്കുമ്പോൾ പഠിപ്പിക്കാനും ഭരിക്കാനുമുള്ള പൂർണ്ണവും പരമോന്നതവും സാർവത്രികവുമായ അധികാരം പരമേൽപ്പിക്കപ്പെട്ട വിശുദ്ധ പത്രോസിൻ്റെ അധികാരത്തോടെയാണ് അദ്ദേഹം സംസാരിക്കുന്നത് എന്നാണ്. അദ്ദേഹത്തിൻ്റെ പഠിപ്പിക്കൽ വിശ്വാസത്തിൻ്റെയും ധാർമ്മികതയുടെയും
എല്ലാ കാര്യങ്ങളിലേക്കും വ്യാപിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഭരണം മുഴുവൻ ലോകത്തെയും ഉൾക്കൊള്ളുന്നു. വിശുദ്ധ പത്രോസിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെ അധികാരത്തെയും തെറ്റില്ലാത്തതിനെയും കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ദുർബലനും പാപിയായ മനുഷ്യന് ഒന്നിനു പുറകെ ഒന്നായി നൽകപ്പെടുന്ന ഈ പവിത്രമായ ശക്തിയെ ക്രിസ്തുവിന് തൻ്റെ സഭയോടുള്ള സ്നേഹത്തിൻ്റെ ഒരു പ്രവൃത്തിയായി കാണാൻ ശ്രമിക്കണം. ക്രിസ്തുവിൻ്റെ ശക്തിയും അവൻ്റെ ദിവ്യ സ്നേഹവുമാണ് ഈ മനുഷ്യർക്ക് സഭയെ മേയ്ക്കാൻ കഴിയുന്നത്. സ്ഥിരത, ദീർഘായുസ്സ്, ഉറപ്പ്, പ്രത്യാശ എന്നിവ നൽകുന്നു. പോപ്പുകളും വിശുദ്ധരായിരിക്കുമ്പോൾ നാം ഇരട്ടി അനുഗ്രഹിക്കപ്പെടുന്നു. അവർ അങ്ങനെയല്ലാത്തപ്പോൾ നമ്മുടെ കർത്താവ് ഇപ്പോഴും അവരിലൂടെ പ്രവർത്തിക്കുന്നു. കാലാവസാനം വരെ എല്ലാം സഹിക്കാൻ ആവശ്യമായ തുടർച്ചയായ ശിലാ അടിത്തറ സഭയ്ക്ക് നൽകുന്നു.